ഹലോ. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ തുടക്കം കാണുമ്പോൾ തന്നെ വേണ്ടവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഈ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് അല്ല. പക്ഷേ ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലേ? അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റീല് ചെയ്തിരുന്നു. അതിനകത്ത് കൊച്ചിൻ മെട്രോയിലെ എളംകുളം സ്റ്റേഷനിലെ ഒരു ടോയ്ലറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ റീസണാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത് അല്ലേ? അതെന്തുകൊണ്ടാണെന്നും ആ റീലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്കൂൾ കോളേജ് കുട്ടികളുടെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് യൂസ്ഡ് സിറിഞ്ചസും കോണ്ടംസും എല്ലാം ഇവർ കൊണ്ടുവന്ന് ഈ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കൊണ്ടുവന്ന് ഇട്ടു. അങ്ങനെ ടോയ്ലറ്റ് ബ്ലോക്കായി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഷനിലെ ഇത് ലോക്ക് ചെയ്തിട്ടു. അത് ഉള്ള കാര്യമാണ്, സത്യമാണ് അല്ലേ? പക്ഷേ പണ്ട് കാലത്തെ മാതാപിതാക്കൾ, അതായത് എൻ്റെയൊക്കെ പാരൻസിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരൊരു കാലഘട്ടത്തിന് പിറകെ സഞ്ചരിച്ചവരാണ്. അതിനുശേഷം ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോയവരാണ്. പക്ഷേ ഈ ഒരു തലമുറ എന്ന് പറയുന്നത് അവർ കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്കൂൾ കോളേജ് കുട്ടികൾ ചെയ്യുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഓൾമോസ്റ്റ് 90% പാരൻസും അത് അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ മനസ്സിൽ, അവരുടെ കണ്ണിൽ ഇപ്പോഴും അവരുടെ മക്കൾ കുഞ്ഞു മക്കളാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരു പേപ്പറിലോ ടി വിയിലോ ഒക്കെ ഒരു ന്യൂസ് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള മക്കൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മകനും ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല പല പാരൻസും ചിന്തിക്കുന്നത്. അവരെന്താ ചിന്തിക്കുന്നതെന്നറിയോ? എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല. അതാണ് മക്കൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം അല്ലേ? ഞാനെന്ത് പറഞ്ഞാലും എൻ്റെ പാരൻസ് വിശ്വസിക്കില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കിത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മക്കളിൽ ഉണ്ടാവും. വേറൊരു എക്സാമ്പിൾ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ കൊച്ചിൻ മെട്രോയിലാണ് അല്ലേ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ വോൾവോ, അതായത് ടൂർ പോകുന്ന വലിയ ബസ്സുകളുണ്ടല്ലോ, വോൾവോ ബസ്, ഇങ്ങനെയുള്ള ബസ്സുകളിൽ ഇവർ ഇപ്പം നമ്മളാരും വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തൊന്നും അല്ല സ്കൂളിൽ നിന്നും മുതിർന്ന കുട്ടികൾ ടൂർ പോകുന്നത്, കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്നത് അല്ലേ? അവർ വേറെ വേറെ സ്റ്റേറ്റിലേക്കാണ് ടൂർ പോകുന്നത്. അങ്ങനെ ടൂറൊക്കെ പോയി ഇവർ എൻജോയ് ചെയ്ത് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഈ ബസ് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അല്ലേ? ബസ് അടിച്ച് തൂത്ത് വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ബസ് ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീ, വളരെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ടൂർ പോയി കഴിയുമ്പോൾ ആ ബസ് ക്ലീൻ ചെയ്യുമ്പം ആ ബസ്സിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചിൻ മെട്രോയിലെ ടോയ്ലറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന്? സെയിം ഈ യൂസ്ഡ് കോണ്ടംസും സിറിഞ്ചസും എല്ലാം തന്നെ ഈ ടൂർ ബസ്സിൽ നിന്നും ഈ ക്ലീൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം സത്യമാണ്, ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ കുട്ടികൾ കാലത്തിന് ഒരുപാട് മുൻപേ സഞ്ചരിക്കുന്ന മക്കളാണെന്ന്. അത് പാരൻസ് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. പക്ഷെ അവർ എൻ്റെ മക്കളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കരുത്. ആ ഒരു കാലഘട്ടം പ്രായമൊക്കെ കഴിഞ്ഞു, അവർ വളർന്നു. അടയ്ക്കയല്ല, അടയ്ക്കാൻ മരം, ഇനി നമുക്ക് മടിയിൽ വയ്ക്കാനൊന്നും പറ്റില്ല അവരെ. പിന്നെ ഇന്നത്തെ ഈ ഒരു തലമുറയിൽ ഇവരിങ്ങനെ കോണ്ടംസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഒരുപാട് ലൈംഗിക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഗർഭധാരണം ഒഴിവാക്കാം. നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റും. എന്താ അറിയോ? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പ്രസവിച്ചു, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥി പ്രസവിച്ചു, കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടി അല്ലേ? ഇതൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നതും നല്ലതാണ്, ഈ പറയുന്ന ഒരു പ്രിക്കോഷൻ എടുക്കുന്നതും അല്ലേ? ആ പ്രിക്കോഷൻ്റെ ഒരു കാര്യത്തിൽ അത് വളരെ നല്ലതാണ്. അനാവശ്യ ഗർഭധാരണവും പ്രസവവും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഈ കോണ്ടം യൂസ് ചെയ്യുന്നത്.
പക്ഷേ അത് നമ്മുടെ സമൂഹം എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതും അത് ഒരു സമൂഹത്തിനൊരു പൊതു ശല്യമായിട്ട് മാറാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പലർക്കും ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നറിയാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. നാളെയുടെ തലമുറയുടെ പോക്ക് ഇങ്ങനെയാണ്.